നിങ്ങൾ $200 ഉച്ചഭക്ഷണം കഴിച്ചാലും $2 ഹോട്ട് ഡോഗ് കഴിച്ചാലും ടോയ്ലറ്റിന്റെ കാര്യത്തിൽ ഫലം ഒന്ന് തന്നെയാണെന്നും കാറ്റലൻ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകാൻ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർണ്ണ ടോയ്ലറ്റ് ഒടുവിൽ മറ്റൊരാൾക്ക് സ്വന്തം. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ സോതബീസിൽ നടന്ന ലേലത്തിലാണ് കോടികൾ വില വരുന്ന സ്വർണ്ണ ടോയ്ലറ്റ് വിറ്റുപോയത്. പ്രശസ്ത ഇറ്റാലിയൻ കലാകാരൻ മൗറീസിയോ കാറ്റലനാണ് പൂർണ്ണമായും 18 ക്യാരറ്റിൽ തയ്യാറാക്കിയ ഈ സ്വർണ്ണ ടോയ്ലറ്റിന്റെ ശില്പി. അമേരിക്ക എന്നാണ് 200 പൗണ്ടിലധികം ഭാരം വരുന്ന, അതായത് ഏകദേശം 100 കിലോഗ്രാമിലധികം ഭാരം വരുന്ന ഈ സ്വർണ്ണ ടോയ്ലറ്റിന്റെ പേര്. 2016 ഒരു സാധാരണ ടോയ്ലറ്റ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഈ നിർമ്മിതി കാറ്റലൻ രൂപകൽപ്പന ചെയ്തു. അതേ വർഷം തന്നെ ന്യൂയോർക്കിലെ ഗുഗൻഹൈം മ്യൂസിയത്തിൽ ഈ സ്വർണ്ണ ടോയ്ലറ്റ് സന്ദർശകർക്കായി പ്രദർശിപ്പിച്ചു. ഏകദേശം 1 ലക്ഷത്തോളം സന്ദർശകരാണ് ഈ സ്വർണ്ണ ടോയ്ലറ്റ് കാണാനായി മാത്രം ഗുഗൻഹൈം മ്യൂസിയത്തിൽ എത്തിയത്. ആദ്യകാലങ്ങളിൽ മ്യൂസിയത്തിലെത്തുന്ന സന്ദർശകർക്ക് ഈ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ നൽകിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ടോയ്ലറ്റിന്റെ പുറത്ത് പ്രത്യേക കാവൽക്കാരനെയും മ്യൂസിയം അധികൃതർ ഏർപ്പാടാക്കിയിരുന്നു. ഓരോ 15 മിനിറ്റിലും ഒരു സംഘം ആളുകൾ വന്ന് സ്വർണ്ണ ടോയ്ലറ്റ് വൃത്തിയും അണുവിമുക്തവുമാക്കുമായിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗുഗൻഹൈം മ്യൂസിയത്തിലെ നിലവിലുള്ള ടോയ്ലറ്റുകളുടെ അതേ അളവിലാണ് ഈ സ്വർണ്ണ ടോയ്ലറ്റും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2017 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് കാറ്റലന്റെ ഈ സ്വർണ്ണ ടോയ്ലറ്റുമായി ബന്ധപ്പെടുത്തി ചർച്ച വന്നത്. ആ കഥ ഇങ്ങനെയാണ്. വൈറ്റ് ഹൌസിലെ പ്രൈവറ്റ് റൂമിൽ സ്ഥാപിക്കാനായി പ്രശസ്ത ചിത്രകാരൻ വിൻസെന്റ് വാൻ ഗോഗിന്റെ ലാൻഡ്സ്കേപ്പ് വിത്ത് സ്നോ എന്ന കലാസൃഷ്ടി ട്രംപ് മ്യൂസിയം അധികൃതരോട് ആവശ്യപ്പെട്ടു. എന്നാൽ വാൻ ഗോഗിന്റെ ചിത്രം തരാനാകില്ലെന്നും വേണമെങ്കിൽ തങ്ങളുടെ സ്വർണ്ണ ടോയ്ലറ്റ് നൽകാമെന്നുമായിരുന്നു ഗുഗൻഹൈം മ്യൂസിയം അധികൃതരുടെ മറുപടി. പരിഹസിച്ചുള്ള ഈ മറുപടിയോട് അന്ന് ട്രംപോ വൈറ്റ് ഹൌസോ പ്രതികരിച്ചില്ല. പക്ഷേ സംഭവം ലോകമെങ്ങും വലിയ ചർച്ചയായി. ഇപ്പോഴിതാ വർഷങ്ങൾക്കിപ്പുറം കോടികൾ മുടക്കി അജ്ഞാതനായ ഒരാൾ ഈ സ്വർണ്ണ ടോയ്ലറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. $10 മില്യൺ അഥവാ 88 കോടി രൂപയിലാണ് ലേലം ആരംഭിച്ചത്. ആഗോളതലത്തിലെ സ്വർണത്തിന്റെ വിലയനുസരിച്ചാണ് ലേലത്തുക തീരുമാനിക്കുക. വമ്പന്മാർ പങ്കെടുത്ത ലേലത്തിനൊടുവിൽ $12.1 മില്യൺ ലേലമുറപ്പിച്ചു. അതായത് ഏകദേശം 100 കോടിക്ക് മുകളിൽ നൽകിയാണ് വിജയ് സ്വർണ്ണ ടോയ്ലറ്റ് സ്വന്തമാക്കിയത്. മികച്ച കലാസൃഷ്ടികളുടെ വിപണിയിൽ മാന്യം നിലനിൽക്കുന്ന സമയത്താണ് ഈ വിൽപ്പന നടന്നതെന്ന് പ്രമുഖ ലേല സ്ഥാപനമായ സോതബീസ് അറിയിച്ചതായി ഫോബ്സ് റിപ്പോർട്ട് ചെയ്തു. കാഴ്ചക്കാർക്ക് കോടികൾ വില വരുന്ന ഒരു അമൂല്യ സ്വർണ്ണ ടോയ്ലറ്റാണിതെങ്കിൽ ശില്പി മൗറീസിയോ കാറ്റലന് പറയാനുള്ളത് മറ്റൊന്നാണ്. അതിരു കടന്ന സമ്പത്തിനെ വിമർശിക്കുന്ന തരത്തിലാണ് ഈ സൃഷ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത്.